നമ്മളിന്നൊരു യാത്ര പോകുന്നത് കൊടുങ്ങല്ലൂരിനും മാളയ്ക്കും ഇടയിലുള്ള പാമ്പുമേക്കാട് എന്ന് പറഞ്ഞിട്ടൊരു മനയിലോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ടുണ്ട്, ദൂരമുണ്ട്. അപ്പോൾ വളരെ കുറവ് ദൂരമേ സിറ്റിയിലൂടെ ഉള്ളൂ, ബാക്കി എല്ലാം ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് പോകുന്ന വഴി നമ്മൾ ഷൂട്ട് ചെയ്താണ്. വളരെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാണ് എങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാളയിൽ ചെന്നിട്ട് വേണം പോകാനായിട്ട്, ഈ മനയിലോട്ട് പോകാനായിട്ട്. കാരണം കൊടുങ്ങല്ലൂരിൽ നിന്നും പോകുന്ന റോഡുണ്ട് നാരായണമംഗലം പ്രദേശം വഴി, പക്ഷേ അവിടെ ഗട്ടറായതിൻ്റെ പേരിലാണ് മാള വഴി ആക്കിയത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഈ നാഗത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാം. ഇത് അവരുടെ വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മനയിലോട്ടുള്ള എൻട്രൻസ് കാണുന്നത്. അപ്പോൾ ഇതാണ് മനയിലോട്ടുള്ള എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വലതുവശത്ത് ആ കാറ് വരുന്നതാണ് മനയിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾക്ക് പാർക്കിംഗ് പ്ലേസ് ആണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഭരണി നടക്കുന്ന സമയത്ത് ആളുകൾ ഇവിടെയും വരും. അപ്പോൾ അതിൻ്റെ വലിയൊരു തിരക്കൊഴിഞ്ഞ ഒരു ലക്ഷണമൊക്കെ നമുക്ക് കാണാനുണ്ട്. തൊട്ട് മുന്നിൽ തന്നെ വഴിപാടിന് വേണ്ട സാധനങ്ങൾക്ക് വിൽക്കുന്ന കടയിലോട്ട് കൂട്ടുകാരൻ പോയപ്പോൾ നമ്മളത് പുറംഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ മനയുടെ ഉള്ളിലോട്ടാണ് പ്രവേശനം. അപ്പോൾ മനയുടെ ഉള്ളിലോട്ട് നാനാജാതി മതസ്ഥർ വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു മതസ്ഥനും കയറി ചെല്ലാവുന്ന ഒരു സ്ഥലം, പക്ഷേ അവിടുത്തെ കുറച്ച് ചിട്ടവട്ടങ്ങൾ പാലിക്കണം. അവിടുത്തെ ചിട്ടകൾ പാലിച്ച് കഴിഞ്ഞാൽ ആർക്കായാലും ആ മനയിലോട്ട് കയറാവുന്നതാണ്. പിന്നെ മനയുടെ ഉള്ളിലോട്ട് കയറാനായിട്ട് ചില ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ നേരെ മനയിലേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ മനയുടെ എൻട്രൻസാണ് ആ ദൂരെ കാണുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. 2 നാഗങ്ങൾ ഒരു ശിവലിംഗം കൊണ്ട് തോന്നുന്നു നിൽക്കുന്നത്. ഈ 2 വശത്തും പിന്നെ നാഗരൂപങ്ങളോട് കൂടിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പന്തലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളിനി അകത്തേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ചെരുപ്പ് പുറത്തിടണമെന്ന് തോന്നുന്നു, കാരണം കുറേ ചെരുപ്പുകൾ പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളും ചെരുപ്പ് പുറത്തിട്ടിട്ട് തന്നെയാണ് കയറുന്നത്. അപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തേക്കും ഞാൻ പോകുന്നില്ല, എൻ്റെ സുഹൃത്താണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. കാരണം ചുറ്റുവട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കല്ലേ വ്യക്തമായിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് പേരിൽ തന്നെ നമ്മുടെ സുഹൃത്തിനെ കൊണ്ടാണ് ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ ഷൂട്ട് ചെയ്യിക്കുന്നത്. ഇവിടെ 2002 ഇത് നിർമ്മിച്ചെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ലഭിക്കുന്ന പ്രസാദങ്ങൾ ഈ പറമ്പിലോട്ട് ഇടരുതെന്നുള്ള രീതിയിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു പന്തൽ കാണുന്നുണ്ട്. അപ്പോൾ ചോദിച്ച് പറയാൻ സാധിച്ചത് ഈ അന്നദാനമൊക്കെ നടക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ വരുമ്പോൾ അവിടെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുക്കാമെന്ന് അറിയാൻ സാധിച്ചത്. ഇവിടെ കുറേ ഈ പാമ്പിൻ്റെ ഒരു പ്രതിമകൾ, നാഗത്തിൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പ് ഇഷ്ടം പോലെ ദൂരത്തിൽ കിടപ്പുണ്ട്, ഒഴിഞ്ഞ പറമ്പ്. ഇത് ഈ മനയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ പറമ്പും കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. പാർക്കിംഗ് പ്ലേസിൽ ഒരുപാട് ദൂരെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള രജിസ്ട്രേഷനുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ പന്തലും കാര്യങ്ങളൊക്കെ വേറെ ഒരു കെട്ടിയതായിരിക്കണം. ഇവിടെ അടുത്ത ദിവസങ്ങളിൽ മനയിലോട്ട് അകത്തേക്ക് കയറാവുന്ന ദിവസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ കയറുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മനയുടെ മുൻഭാഗം വരുന്നത്. അപ്പോൾ മനയുടെ ഫ്രണ്ട് ഞാൻ കാണിച്ചാൽ ഇത് വഴിപാട് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി അടുത്ത് നമ്മുടെ സുഹൃത്താണ് ക്യാമറ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മനയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമുക്ക് ബാക്കിലോട്ടൊക്കെ അല്ലെങ്കിൽ അകത്തേക്ക് കയറാനായിട്ട് പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ട്. ആ ദിവസം മാത്രമേ അകത്തേക്ക് പ്രവേശനം അവർ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ആളുകൾ തൊഴുതു പോകുന്നത് നോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. ഇവിടെ നിന്ന് ആളുകൾ തൊഴുത് പോകുന്നുണ്ട്, പ്രാർത്ഥിച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് അറ്റത്ത് കാണുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് അവർ തൊഴുന്നുണ്ടായത്. പിന്നെ വേറൊരു ഭാഗം ഇതാണ്. ഇവിടെയും ഒരുപാട് പൂജയ്ക്കുള്ള സാധനങ്ങൾ, അത് വഴിപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണപ്പാത്രമൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ തുലാഭാരം നടത്തുന്നതാണെന്നാണ് ഇതറിയാൻ സാധിച്ചത്. ഇത് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് തുലാഭാരം ചോറൂണൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ടെന്നുള്ളത് അറിഞ്ഞു.
ഒരുപാട് വെയിൽ അടിക്കുന്നതിൻ്റെ പേരിൽ തന്നെ നമുക്ക് നടപ്പന്തൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ നടപ്പന്തൽ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്ന ആളുകളെ കുറച്ചും കൂടി ഗൗനിച്ചുകൊണ്ട് തന്നെയാണ് അവരെ കാര്യം കൂടി നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. കാരണം നടപ്പന്തലുണ്ട്, കാര്യങ്ങളുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് വെയിലുണ്ടായിരുന്നു. ഇത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ നമ്മൾ നിന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. ആ തുലാഭാരം നടത്തിയതാണ് ആ കാണുന്നത്. ഇത് വേറെ സ്ഥലമാണ്. ഈ മനയോട് ചേർന്നിട്ട് അതേ മുൻഭാഗം ഫേസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കിണർ ഗ്രില്ലിട്ട് മൂടിയിട്ട് അതിൻ്റെ മേലെ ആളുകൾ പൈസ വഴിപാടിൻ്റെ ചീട്ടാണെന്ന് തോന്നുന്നു, പൈസ, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ ചെല്ലുന്ന സമയത്ത് വലിയൊരു നാഗത്തറ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നിലവിളക്ക് കത്തിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് ഞാനും വന്നിരുന്നു കേട്ടോ. ഇവിടെ താഴെയായിട്ട് ഒരുപാട് വഴിപാട് പൈസ ആളുകൾ ഇട്ടത് മണ്ണിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ധനം ഭണ്ഡാരത്തിൽ മാത്രം ഇടുക, ഇങ്ങനെ ഇടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ എന്തോ ഒരുപാട് പൈസ അതിൻ്റെ ഉള്ളിലോട്ട് നാഗത്തറയുടെ ഇരിക്കുന്ന ആ കോമ്പൗണ്ടിനുള്ളിലിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും വലിച്ചെറിഞ്ഞതല്ല, ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടതാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ വഴിപാട് ചെയ്തവർക്ക് പ്രസാദവും കാര്യങ്ങളുണ്ട്. ഒരു പായസവും ഒരു കദളിപ്പഴവും കൊടുക്കുന്നുണ്ട് പ്രസാദമായിട്ട്. ഇത് ഒരു ഊട്ടുപുരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കയറി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും കയറി നമ്മുടെ കൂട്ടുകാരൻ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോൾ നല്ല ഭക്ഷണം വരുന്ന പറഞ്ഞത്. അപ്പോൾ നല്ല ഭക്ഷണം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് പാമ്പുമേക്കാട് മലയിൽ കാണാനുള്ളത്. നല്ല വെയിലടിച്ചിട്ട് നല്ല ചൂടാണ് നടക്കാനായിട്ട്. ഈ തണൽ മാത്രമാണ് ഏക ആശ്രയം. തണലത്ത് വരുമ്പോൾ മാത്രമേ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്. കാലൊക്കെ പൊള്ളിയൊരു പരുവാവണമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസിൻ്റെ പുറകുവശം. അപ്പോൾ പുറകുവശം എന്ന് പറയുമ്പോഴും നല്ല രീതിയിൽ തന്നെ അവർ പണിത് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നിർമ്മിതിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിച്ചേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.